കാർത്തികപ്പള്ളിയിൽ കാട്ടുപന്നിയാക്രമം. തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുൾപ്പെടെ പരിക്കേറ്റു. വാർഡ് 11 കുറുങ്ങോട്ട് താഴെ ഭാഗത്ത് രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. തൊഴിലുറപ്പ് ജോലിക്ക് പോവുകയായിരുന്ന സ്ത്രീകളുടെ ഇടയിലേക്ക് കാട്ടുപന്നി ഓടിയെത്തുകയും ഇടിച്ചു വീഴ്ത്തുകയുമായിരുന്നു. തൊഴിലുറപ്പ് തൊഴിലാളിക്കും കുട്ടിയെ സ്കൂൾ വാഹനത്തിൽ കയറ്റാൻ പോവുകയായിരുന്ന സ്ത്രീക്കും പരിക്കേറ്റു. ചെക്കിയോട്ടുമീത്തൽ അനിത, ചെത്തിൽ ഷാഹിദ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരും വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. രാവിലെ ജോലിക്ക് വേണ്ടി ഒന്നിച്ചുകൂടിയ സ്ത്രീകളുടെ ഇടയിലേക്ക് കാട്ടുപന്നി ഓടിക്കയറുകയായിരുന്നു. നാളെ രാവിലെ 9 മണിക്ക് എല്ലാവരും കൂടി പണിക്ക് ഒപ്പിടാൻ പോകുമ്പോൾ ഒരു പന്നി ഒരു വീട്ടിൽ നിന്ന് ഓടി വന്ന് തുള്ളുമ്പോൾ ഞങ്ങളെല്ലാം മുന്നിലുണ്ട്. അപ്പോൾ ഒരു കുട്ടീനെ കൊണ്ടാക്കാൻ ഒരു പെണ്ണുങ്ങൾ പോകുന്നുണ്ട്. അവരെ ചാടി അവരെ കുത്തി തള്ളിയിട്ട് പിന്നെ തൊഴിലുറപ്പിന് പോകുന്ന പെണ്ണുങ്ങളെ നേരെ ചാടി അവരെല്ലാം കുത്തി. രണ്ടാൾക്ക് നല്ല പരിക്കുണ്ട്. അവരെ ആശുപത്രിയിൽ കൊണ്ടുപോയി. മറ്റുള്ളവരെല്ലാം പേടിച്ച് ഒരു ഇതായി. പിന്നെ കൊള്ളുവാഞ്ഞേരം നോക്കുന്നതിൽ കിട്ടുന്നില്ല. ഒരു വണ്ടി വന്ന് പന്നീനെ കുത്തി താഴെ ഇട്ട്, പക്ഷെ പന്നി ഓടിപ്പോയി, വണ്ടിയും പോയി. അതാ പന്നിക്കൊന്നും പറ്റിയിട്ടില്ല. ഈ ഓട്ടോ ഓടി മുന്നോട്ട് പോകുമ്പോൾ മുഴുവൻ ആൾക്കാരും റോട്ടുമേലെ അങ്ങോട്ട് പോകുന്നതിന്. അപ്പോൾ ഓലക്കൊള്ളപ്പാഞ്ഞ് കുറെ ആൾക്ക് കുത്തിയിട്ടൊന്നും പറ്റിയിട്ടില്ല. പന്നി അങ്ങ് ഓടിപ്പോയി. അത്ര. കാട്ടുപന്നിയുടെ ശല്യം പ്രദേശത്ത് രൂക്ഷമാണെന്ന് തൊഴിലാളികൾ പറഞ്ഞു. ഇപ്പോഴും ഇവർക്ക് ഭയം വിട്ടുമാറിയിട്ടില്ല. ഞാൻ മോനെ സ്കൂള് വണ്ടി കയറ്റാൻ വേണ്ടി പോയതായിരുന്നു. അപ്പം അന്ന് പിന്നെ പന്നി അടുത്ത വീട്ടിൽ നിന്നാണ് ഓടി വന്നത്. ഓടി വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. പിന്നെ ഞാൻ തീർന്നെന്നാണ് വിചാരിച്ചത്. പക്ഷേങ്കിൽ എന്തോ ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ടു. ചെറിയ പരിക്കുകളോടുകൂടി ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയാം. കാലിനാണ് കുത്തിയത്. കുത്തിയപ്പോൾ ഞാൻ റോഡിലേക്ക് മറിഞ്ഞു വീണ് തല അടിച്ചു പോയിട്ടുണ്ട്. കൈക്കും ലേശം പരിക്കൊക്കെ ഉണ്ട്. പിന്നെ ഡോക്ടറെ കണ്ടിട്ട് എക്സ്റേ ഒക്കെ എടുത്തേക്ക് CT എടുക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് തലക്ക്. എന്താ വെച്ചാൽ ദൈവം സഹായിച്ചിട്ട് ഇപ്പം ഈ ഒരു ചെറിയ രീതിയിൽ ഞാൻ രക്ഷപ്പെട്ടു. അത്രേ ഉള്ളൂ. കൺമുന്നിലുള്ളത് കാണാൻ എന്തിന് ഫിലാഡൽഫിയ വരെ പോണം? ഫരീദ ഓപ്റ്റിക്സ് ഉള്ളപ്പോൾ ഇനി കാഴ്ചകൾക്കും തെളിമയേറും. ഫരീദ ഓപ്റ്റിക്സ് വടകര. ഇനി എല്ലാം തെളിഞ്ഞു കാണാം.